ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അതിന് മുന്നേ നിങ്ങളുടെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ടാണെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. നിങ്ങളുടെ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫ്ലോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് നീമിൻ്റെ വെള്ളമാണ്. ഇത് സിറമായിട്ട് യൂസ് ചെയ്യാം. അതിന് ഇത്രയും നീം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 3 തണ്ടാണ് എടുക്കുന്നത്. അത് ആവശ്യത്തിന് തിളപ്പിക്കാൻ വേണ്ട ഒരു വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുള്ളതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ കളർ മാറി വരാൻ തുടങ്ങും. അത് പിറ്റേത്തെ ദിവസം ആകുമ്പോഴേക്കും ഉള്ളൊരു കളറാണിത്. രാത്രി തിളപ്പിച്ചാൽ പിറ്റേത്തെ ദിവസത്തേക്ക് ഇങ്ങനെ കിട്ടും. ഇത് നന്നായിട്ട് വേസ്റ്റൊക്കെ എടുത്ത് കളയുക, അതായത് ഈ ഇലകളൊക്കെ എടുത്ത് കളയുക. ഇനി ഈ വെള്ളത്തിൽ നമുക്ക് തല വാഷ് ചെയ്യാം. ഇനി അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സിറമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവാണ്. 10 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാം. ഇത് നല്ല എഫക്റ്റീവാണ് ഡാൻഡ്രഫ് പെട്ടെന്ന് പോകാനായിട്ട് തന്നെ. എത്ര വലിയ ഡാൻഡ്രഫ് ആണെങ്കിലും പതിയെ പോയി കിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർക്കുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ്. അതും തൈരും അതുപോലെ തന്നെ ഉലുവയും ഉപയോഗിച്ചിട്ടുള്ളൊരു സൊല്യൂഷനാണ്. മാത്രമല്ല മുടിയെ നന്നായി വളർത്താൻ ഇത് സഹായിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ, ആ ഗ്ലാസിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം ഇത്രത്തോളം ഉലുവ എടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ക്ലോറിൻ വാട്ടറൊക്കെ ഉള്ളവരാണെങ്കിൽ കുതിർത്ത് വെക്കുന്ന സമയത്തെ ഞാൻ മിനറൽ വാട്ടറിലാണ് കേട്ടോ ഇത് കുതിർക്കാനായിട്ട് യൂസ് ചെയ്തത്. എന്തായാലും വാഷ് ചെയ്യുന്നത് ക്ലോറിൻ വെള്ളത്തിലായിരിക്കും. എന്നാലും അതുവരെ നമ്മളിത് കുതിർത്ത് വെച്ചത് ഇതിലാണ്. കാരണം ഒത്തിരി നേരം തലയിൽ ഇരിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഇതിലേക്ക് എനിക്ക് തൈര് ആഡ് ചെയ്യണം. സോ അതായിട്ട് ഇത് നന്നായി കുതിർന്ന് വരട്ടെ. അതായത് രാത്രിക്ക് കുതിർത്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ, അതായത് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടണം. എന്നിട്ട് ഈ വെള്ളത്തോടെ തന്നെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നന്നായി കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് തൈരും കൂടെ ചേർത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുത്തതേ ഉള്ളൂ. ഇതുപോലെയാണുള്ളത്. ഇതിൽ നിങ്ങൾ കാണുന്നത് ആ ഓയിലിന്റെ കണ്ടന്റ് ആണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്തു എന്ന് പറഞ്ഞില്ല. ആ ഓയിലാണ് ഇതിൽ നിങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. പെട്ടെന്ന് ചീത്തയായി പോകില്ല കുറച്ച് ഓയിൽ ആഡ് ചെയ്താൽ. ഇതിന് വേണ്ടുന്നത് ഇതാ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ കുതിർത്ത വെള്ളമാണ്. പിന്നെ ഇച്ചിരി ഉലുവയും വേണം കേട്ടോ. ഞാനതൊന്ന് കുതിർത്തത് ഒന്ന് ഞെരടി കൊടുക്കുകയാണ്. ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇത്തിരി ഉലുവയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടെ അധികം ചേർത്ത് കൊടുക്കുക. അത് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഇതാ ഇത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ആ പാല് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഇതിന്റെ മുകളിലായിട്ട് ഒരു ഓയിൽ തെളിഞ്ഞിരിക്കുന്ന കാണും. ഇത് ഒലീവ് ഓയിലാണ് കേട്ടോ. മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ കറ്റാർ വാഴ. സ്പ്ലിറ്റ് എൻസിനും മുടിയുടെ ഡാമേജ് ആകുന്നതിനും ഡാൻഡ്രഫിനും ചകിരി പോലാകുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണിത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് കുത്തനെ അത് പിടിക്കുക, അതായത് ഒരു വെർട്ടിക്കൽ പൊസിഷനിലേക്ക് പിടിക്കുക. കാരണം ഇതുപോലത്തെ ഒരു മഞ്ഞ ഫ്ലൂയിഡ് ഉണ്ടാവും അതിൽ. അപ്പം അത് മുഴുവനായിട്ട് പോകണം. ഇല്ലാത്ത പക്ഷമാണ് നമുക്ക് ചൊറിച്ചൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ തൊലിയും അതുപോലെ ഈ ഒരു മഞ്ഞ ഫ്ലൂയിഡും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിൻ്റെ ജെല്ലൊന്ന് കളക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് കിട്ടും. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് വയ്ക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം കീപ്പ് ചെയ്യണമെങ്കിൽ അതിലൊരു വിറ്റാമിൻ ഇ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ തലയിലൊക്കെ എല്ലാ ദിവസവും തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എപ്പോഴും ഹെൽത്തി ആയിട്ടുണ്ടാവും കേട്ടോ.